ഹായ്. നമ്മളിന്ന് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് മാതാപിതാക്കൾ നാർസിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ, രണ്ടാമത്തത് 3 തരത്തിലുള്ള നാർസിസ്റ്റ് വ്യക്തിത്വങ്ങൾ, പിന്നെ നമ്മൾ പറയണത് ഇവർ പ്രായമാകുമ്പോൾ ഇവരിലുണ്ടാവുന്ന ഭയാനകമായിട്ടുള്ള ഇവർക്കുണ്ടാവുന്ന അവസ്ഥകൾ, അതേപോലെ ഒരു ബന്ധത്തിലേക്ക് കടന്ന് ആ വ്യക്തിയെ ഇരയാക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരത്തിൽ നാർസിസ്റ്റിനെ കുറിച്ച് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. രക്ഷിതാക്കൾ നാർസിസ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ തർക്കങ്ങൾ പതിവായിരിക്കും. ഈ തർക്കങ്ങളെല്ലാം കണ്ട് കുട്ടികൾ പേടിച്ചു വിറച്ച് ഒരു മൂലയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് രക്ഷിതാക്കളെ സമീപിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ രക്ഷിതാക്കൾ തയ്യാറാവില്ല എന്ന് മാത്രമല്ല, അവരുടെ തർക്കങ്ങൾ ഏതൊക്കെ രീതിയിൽ മനോഹരമായിട്ട് കൊണ്ടുപോകാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. പലപ്പോഴും ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള രക്ഷിതാക്കൾക്ക്, രക്ഷിതാവിന്, മാതാവോ പിതാവോ രണ്ടിലൊരാൾക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തിയെ നല്ല രീതിയിലുള്ള സംശയം ഉണ്ടാവും. ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ കണ്ടുവരുന്ന ഈ കുട്ടികളിൽ ഇവർ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നാർസിസ്റ്റ് ആയിട്ടുള്ള രക്ഷിതാവ് ഇത്തരത്തിലുള്ള അവരുടെ ഈ ബന്ധത്തിലേക്ക് കുട്ടികളെ അനുവദിക്കുന്ന സാഹചര്യം കാണാൻ സാധിക്കും. കുടുംബങ്ങൾക്കിടയിൽ കുട്ടികളെ കുറ്റം പറയുന്ന സാഹചര്യം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുട്ടികളുടെ നന്മയൊന്നും കാണാതെ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം കാണാൻ സാധിക്കും. പലപ്പോഴും ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾ ഡിവോഴ്സ് ആവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിച്ചു വരുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നതും ഡിപ്രഷൻ അനുഭവിക്കുന്നതും നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടായത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള വേദനകളൊക്കെ നമുക്ക് ഹീല് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കണം. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള വേദന ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നമ്മുടെ വേദന ഹീല് ചെയ്ത് നല്ലൊരു പുതിയൊരു വ്യക്തിത്വമായിട്ട് പുതിയൊരു തുടക്കം നമുക്ക് തുടങ്ങാൻ സാധിക്കണം. ഹീലിന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയുള്ള വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത് നമ്മൾ പറയുന്നത് 3 തരത്തിലുള്ള നാർസിസ്റ്റിനെ കുറിച്ചാണ്. ഒന്നാമത്തത് കോവർട്ട് നാർസിസ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പുറത്ത് കാണാൻ കഴിയുക വളരെ സൽസ്വഭാവമായിട്ടുള്ള, നല്ല ലോയാലിറ്റി, നല്ല കരുണയുള്ള, നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരു പരിപൂർണമായിട്ടുള്ള മനുഷ്യന് എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവരെ നമുക്ക് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമ്മളെ ഇൻസെക്യൂരിറ്റിനെ തൊട്ടിട്ട് ഇവരെ നമ്മളെ കൺട്രോൾ ചെയ്യുക. ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഇല്ലാന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, അവർ പറയും അവനക്ക് അങ്ങനെ ജോലി കിട്ടില്ലേ, നല്ലൊരു ശമ്പളമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇൻസെക്യൂരിറ്റിനെ തൊട്ടിട്ട് എന്ത് ചെയ്യും, അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ നമ്മളല്ല സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നമ്മളെ പാർട്ട്ണറാണ് ഇത്തരത്തിലുള്ള ആളെന്നുണ്ടെങ്കിൽ അവർ പറയും അവർ ചെയ്യണ കണ്ടിട്ട് നിങ്ങളതുപോലെ ചെയ്യാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരുടെ ഇൻസെക്യൂരിറ്റിനെ നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ട് പതിയെ എന്ത് ചെയ്യും, നമ്മൾ ആ ഉയർച്ചയിൽ നിന്ന് നമ്മൾ തകർന്നടിയും എന്നുള്ളതാണ്. എന്നിട്ട് തകർന്നടിഞ്ഞിട്ട് ആളുകൾ പറയും, ഓ ഇത്തരത്തിൽ ഉള്ളൊരാളപ്പാണ് ഇയാൾ ജീവിക്കണമെന്നുള്ളൊരു ആ സിമ്പതി, ആ ഒരു സംസാരം കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത്, ഇത്തരത്തിലുള്ള ആളുകൾ വളരെയധികം മതവിശ്വാസികളായിട്ട് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവരെന്ത് ചെയ്യും, അവരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ അവരിലേക്ക് തിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ട്രയാങ്കുലേഷൻ നടത്തിയിട്ട് നമ്മളിലുള്ള അറ്റൻഷനും കൺട്രോളും ഇവർ വീണ്ടും അവരിലുണ്ടെന്ന് ഉറപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ അവരിൽ സിമ്പതിയും എമ്പതിയൊക്കെ ഉണ്ടെന്നോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അവർക്ക് വേദനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിൽ അവരിൽ അത് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് കോവർട്ട് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരത്തിലുള്ള നാർസിസ്റ്റ് ആണ് സംസാരിച്ച് വീഴ്ത്തുന്ന നാർസിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് നല്ല രീതിയിൽ കളവ് പറയാനും വാക്കുകൾ വളച്ചൊടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രവൃത്തിയെ ഡാർക്ക് സൈക്കോളജി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള സംസാരമായിരിക്കും ഇവരെ കയ്യിൽ നിന്നുണ്ടാവുക. ഇപ്പോൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയും, ഞാൻ എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നീ എന്നോട് അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചോദ്യം ചെയ്താൽ നമ്മളെ അവർ കുറ്റക്കാരാക്കും. അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെന്റ് നീട്ടി നീട്ടി കൊണ്ടുപോകും. അതൊരിക്കലും തീർന്ന് നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂല. അതേപോലെ
ഇവർക്കിതിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ആളുകളുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഉള്ളിൽ അവരോട് ദേഷ്യം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് അവരെ ആക്രമിക്കുന്ന രീതിയിൽ അത്തരത്തിൽ നമ്മൾ സംസാരിച്ച് മാനിപ്പുലേഷൻ ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവും. അതേപോലെ നമ്മൾ തെളിവുകളോട് കൂടി വരെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇത്തരത്തിലുള്ള സാഹചര്യം ആകുമ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു പോകും. അപ്പം നീ ഒരുപാട് ചിന്തിക്കണോണ്ടാണ് എനിക്ക് ഇത് വലിയൊരു തെറ്റായി തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ആ തെറ്റ് ആ ചോദിച്ചതാണ് തെറ്റുള്ള രീതിയിൽ ഇവർ സംസാരിച്ച് നമ്മുടെ മേലിലാക്കും എന്നുള്ളതാണ്. അതേപോലെ നമ്മളൊരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ മാറ്റി വേറെ വിഷയത്തിലോട്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയും എന്തിനാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ തെറ്റും നമ്മുടെ രീതിയിൽ അടിച്ചേൽപ്പിക്കും. അതേപോലെ നമ്മൾ പറയണത് അന്നെയാണ് ഇന്നലെ അങ്ങാടിയിൽ കണ്ടല്ലോ, നീ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പൊ അവർ പറയും ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, അങ്ങാടിയിൽ കണ്ടത് എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറയും. ഇത്തരത്തിൽ സത്യത്തെ വളച്ചൊടിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് ഈ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന നാർസിസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം നാർസിസ്റ്റ് ആണ് പരോപകാരികളായിട്ടുള്ള നാർസിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പറയണത് അപ്പ് ചെയ്തു തരാന്, നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഉടനടി നടത്തി തരുന്ന ആളുകൾ. നമുക്ക് എന്ത് ഹെൽപ്പ് വേണോ അത് ചെയ്യാൻ അവിടെ റെഡിയാണ്. ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഇമോഷണലി ഫുള്ളായിട്ടുള്ള കൺട്രോൾ അവരെടുക്കും. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ വെച്ചിട്ട് അവർ നേടിയെടുക്കും. അവർ പറയുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കും. കാരണം നമുക്കറിയില്ല അവർ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെയാണ് അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നുള്ളതാണ്. നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അവസാന കാലം എന്ന് പറയുന്നത് കർമ്മ എന്നൊക്കെ പറയാം. അവർക്ക് വളരെ അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാലഘട്ടമാണ് അവർക്ക് പ്രായമായിട്ട് വരുമ്പോൾ. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാർക്കും ബന്ധുക്കൾക്കൊക്കെ അവരെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ അടുത്ത് വരുന്ന ആളുകളോട് അവരുടെ ചുറ്റുമുള്ളത് അവരെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെന്നുള്ളതും സമൂഹം തനിക്ക് എതിരാണെന്നുള്ളതും ഇവരെൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നിൽക്കുകയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ വളരെ അബ്യൂസീവും മാനിപ്പുലേഷനും ട്രിക്കുകളൊക്കെ അവർ ഒരുപാട് ഉപയോഗിക്കുന്ന കാലമാണ് അവർക്ക് പ്രായമായിട്ട് വരുമ്പോൾ. അവരുടെ യങ് ആയിട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യാനും മാനിപ്പുലേഷൻ ചെയ്യാനൊക്കെ അവരുടെ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുള്ളതാണ്. അതേപോലെ അവർക്ക് ഇവരുടെ ഈ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നുള്ള പേടി ഉണ്ടായത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ അവരെ ഹെൽത്ത് കെയർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രായമായിട്ട് വരുമ്പോൾ ഇവരിൽ നല്ല രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് കണ്ടുവരാൻ സാധിക്കും. അതുപോലെ പ്രായമായിക്കണെന്നുള്ളത്, അതായത് അവർക്ക് പ്രായമായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. അവർ യങ് ആണെന്നുള്ളൊരു ഫാന്റസി ലോകത്തിൽ ജീവിക്കാനാണ് അവർ ഇഷ്ടപ്പെടുക. അതിനു വേണ്ടിയിട്ട് അവർ യങ് ആയിട്ടുള്ള സ്ത്രീകളോട്ട് യങ് ആയിട്ടുള്ള ആളുകളായിട്ട് അവർ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ച് അവരെ അബ്യൂസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്വത്തുക്കളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും എന്നുള്ളതാണ്. പലപ്പോഴും യങ് ആയിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഇവരുടെ അവസാന കാലഘട്ടത്തിൽ ഇവർ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് നാർസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരു ബന്ധം സ്ഥാപിച്ച് അതിലൂടെ ഒരു ഇരയെ പിടിക്കുമ്പോൾ അവർ ചെയ്യുന്ന 4 സ്റ്റെപ്പുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ നല്ല രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തും. അതേപോലെ നല്ല ലോയൽ ആയിരിക്കും നമ്മളോട്. നമുക്ക് നല്ല കെയറും സപ്പോർട്ടും മനസ്സറിഞ്ഞിട്ടൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന പോലെയൊക്കെ അവർ അഭിനയിക്കും. അതേപോലെ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു ശക്തമായിട്ടുള്ള വ്യക്തിത്വം അവരിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ചില ടൈമിൽ ഇവരിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് വലിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരിലേക്ക് അഡിക്റ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാളിലേക്ക് മാത്രം ആയിരിക്കും നമ്മളെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഇയാളിലേക്ക് അഡിക്റ്റ് ആയി എന്ന് കണ്ട് ഇയാളെ കയ്യിൽ നമ്മളെ കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കും. അതായത് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം. അവർ പറയും എനിക്ക് പറ്റിയ ആളല്ല നീ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പലതരത്തിൽ അവർ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ പറ്റി കുറ്റം പറയാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നമ്മളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഇത്തരത്തിൽ കുറ്റം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർ നമ്മളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുള്ളതാണ്, ബ്ലോക്ക് ചെയ്യും. അതേപോലെ നമ്മൾ ഉള്ളൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോട് മാത്രം സംസാരിക്കാതെ മറ്റുള്ള ആളുകളോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥ. ഇത്തരത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ തുടരുമ്പോൾ
നമുക്ക് നല്ല സ്നേഹം തരും, പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മളെ അവഗണിക്കും. ഈ സൈക്കിൾ ഇങ്ങനെ തുടരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വ്യക്തികൾക്ക് തോന്നുകയാണ് ഇനി ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബന്ധത്തിൽ നിന്ന് പോരുകയാണെന്നുള്ളത് അവരെ അറിയിച്ചു കഴിഞ്ഞാലാണ് അവരുടെ 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. അവരെന്ത് ചെയ്യും? വീണ്ടും അവരുടെ ആ ബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി പറയും. എല്ലാ കുറ്റവും അവരെ ഏറ്റെടുത്തിട്ട്, ശരിക്കും അവരെ ഏറ്റെടുക്കില്ല, എന്നാലും അവർ നമ്മൾ ആ ബന്ധത്തേക്ക് ചെല്ലണമല്ലോ, എന്നാലാണല്ലോ അവർക്ക് ഇത്രയും കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ കഴിയുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ വീണ്ടും സോറി പറഞ്ഞ് നമ്മുടെ കാല് പിടിക്കും, അല്ലെങ്കിൽ കുറേ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഞാൻ എഗ്രിമെൻ്റ് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്യും? നമ്മളെ ഫുള്ള് ട്രസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളെ കൂടെ വരും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ 4 സ്റ്റെപ്പുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളായിട്ടുള്ള ബന്ധത്തിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത് ഒന്ന് മാതാപിതാക്കളുടെ നാർസിസം, പിന്നെ 3 ടൈപ്പ് നാർസിസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. കോവർട്ട് നാർസിസ്റ്റും, അതേപോലെ സംസാരിച്ച് വരുന്ന നാർസിസ്റ്റ്, പരോപകാരികളായിരുന്ന നാർസിസ്റ്റ്, അതേപോലെ ഇവരുടെ അവസാന കാലഘട്ടം, അതേപോലെ ഇവരൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അവർ ചെയ്യുന്ന 4 സ്റ്റെപ്പുകൾ, ഒരു സൈക്കിള്. അപ്പോൾ ഇത്തരത്തിൽ നാർസിസ്റ്റിനെ കുറിച്ച് ഏറ്റവും ചുരുക്കിയിട്ടുള്ളൊരു വിവരണമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇവരെ കുറിച്ച് കൂടുതൽ പഠിച്ചാലേ നമുക്ക് ഇവരിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും രക്ഷപ്പെടാനും സാധിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നന്ദി.